പറയരുതെന്ന് വിലക്കിയതുകൊണ്ടാ പറയാഞ്ഞത്. ആരും നിന്നെ വിലക്കിയില്ല. മല്ലികയെടുത്തി പിടിച്ചപ്പോ രക്ഷപ്പെടാൻ കള്ളക്കഥ ചമയ്ക്കുന്നു. നിന്നെ കൊല്ലാൻ ആരെങ്കിലും നിന്റെ റൂമിൽ വന്നെങ്കിൽ സാമർത്ഥ്യക്കാരിയായ നീ അത് പോലീസിൽ പറഞ്ഞേനെ. നിന്റെ ഈ നുണകളൊക്കെ ഇവിടെയുള്ളവര് വിശ്വസിക്കും, ഞാൻ വിശ്വസിക്കില്ല. നിന്നെ കാണാൻ മതില് ചാടി വരുന്നത് ആരാന്ന് എനിക്കറിയാടി. നിന്റെ പഴയ കാമുകൻ രവിശങ്കർ. നീ എന്തടി ഒന്ന് ഞെട്ടിയത്? അനാവശ്യം പറയരുത്. അനാവശ്യം നിനക്ക് കാണിക്കാം. മുകളിലോട്ട് രാത്രി ആരും വരത്തില്ലെന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ട്. ഇഷ്ടം പോലെ ആവാലോ. പകൽ അവനെ ഇവിടെ താമസിപ്പിച്ചാലും ആരും അറിയത്തില്ല. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ കുഞ്ഞിനെ സ്വീകരിച്ചിട്ട് അത് സുധിയേട്ടന്റെ തലയിൽ കെട്ടിവെക്കുക. അതല്ലേടി നിന്റെ പ്ലാൻ? ഞാനൊരു കുഞ്ഞിന്റെ അമ്മയാവുമെങ്കിൽ അതെന്റെ സുധിയേട്ടന്റെ കുഞ്ഞായിരിക്കും. നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പൊ പുറത്തു വന്നല്ലോ. പക്ഷെ ഈ ജന്മം നീ അത് സ്വപ്നം കാണണ്ടടി. നിന്റെ ചതിയിൽ ഏതായാലും സുധിയേട്ടൻ വീഴാൻ പോകുന്നില്ല. മറ്റൊരാളിന്റെ കുഞ്ഞിനെ വെച്ച് ഈ വീട്ടിൽ അവകാശം സ്ഥാപിച്ചെടുക്കാമെന്ന നിന്റെ മോഹവും നടക്കാൻ പോകുന്നില്ല. അതിനു മുൻപ് നിന്റെ പട്ടട കെട്ടടങ്ങിയിരിക്കും. പറയുന്നത് സാന്ദ്രയാ, സാന്ദ്ര ബാലരാമൻ. നിക്ക്. കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചപ്പോ ഈ ധൈര്യവും സാമർത്ഥ്യമൊക്കെ എവിടെ പോയി? എന്റെ പട്ടട കത്തി അമരുന്നത് കാണാൻ നീ മോഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആരെ വേണമെങ്കിലും നീ അയച്ചോ. മരിക്കാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. എന്റെ കഴുത്തിലൊരു താലി വീണുപോയി. എനിക്ക് ജീവിച്ചേ തീരൂ. മല്ലികേ, യമുന ഇപ്പൊ എത്തി? കുറച്ചു നേരം ആയുള്ളൂ. പ്രതാപേട്ടൻ വൈകുന്നേരം അതുവഴി വരാമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ പ്ലാൻ മാറ്റി ഞാനിങ്ങ് പോന്നു. യമുന ഇല്ലാത്തപ്പോ ഇവിടുത്തെ വിശേഷങ്ങൾ അറിഞ്ഞോ? പ്രതാപനെയും വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ മല്ലിക വിശേഷം? വിശേഷങ്ങളല്ലേ ഉള്ളൂ. പോലീസ് വരെ ഇവിടെ വന്നു. പോലീസ് വന്നോ? പ്രതാപേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പ്രതാപനെ എങ്ങനെ പറയാന്? മല്ലിക കാര്യം പറ. കഴിഞ്ഞ ദിവസം രാത്രി അഞ്ജലിയുടെ റൂമിൽ ഒരാൾ ചെന്നു. കേറി പിടിച്ചപ്പോ അവള് നിലവിളിച്ചു. ഞങ്ങൾ ഓടിച്ചെന്നപ്പോ മുറി ചെന്ന ആളുടെ പൊടി പോലും ഇല്ല. വല്ല കള്ളനുമായിരിക്കും. പുറത്തു നിന്ന് ഒരാള് ഈ വീട്ടിനുള്ളിൽ കയറിയിട്ടില്ല. വാതിൽ കുത്തി തുറന്നിട്ടുമില്ല. ആ പെണ്ണ് ചുമ്മാ കിടന്ന് വെള്ളം വെച്ചതായിരിക്കും. ഏയ്, അതൊന്നും അല്ല. മുറിയിൽ ഒരാള് ചെന്നു എന്നുള്ളത് നേരാ. ഈ വീട്ടിൽ ഉദയനെയും കൂട്ടി 4 ആണുങ്ങളുണ്ട്. ഇന്ദ്രേട്ടൻ എന്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ആ സംശയമില്ല. പിന്നെ സുധിയാണെങ്കി അവക്ക് ബഹളം വെക്കേണ്ട കാര്യമില്ല. അവന് വേണ്ടി അവള് കാത്തിരിക്കല്ലേ. പിന്നെ ഉദയൻ ഒരിക്കലും അത് ചെയ്യില്ല. പിന്നെ മല്ലിക പറഞ്ഞു വരുന്ന പ്രതാപേട്ടനാണെന്നോ? അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞോ? പിന്നെ മുള്ളും മോനെയും വെച്ച് സംസാരം പോകുന്ന എങ്ങോട്ടാ? ഞാനേ മണ്ടിയാണെന്നൊന്നും വിചാരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ദ്രേട്ടനെ സംശയിച്ചേനെ. അപ്പൊ പ്രതാപേട്ടൻ അവിടെ അടുത്തു പോയെന്നാണ് മല്ലിക പറഞ്ഞു വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. ബഹളം നടക്കുമ്പോഴും മറ്റുള്ളവര് കള്ളനെ തപ്പി നടക്കുമ്പോഴും പ്രതാപ് അനിയനെ ആരും പുറത്തേക്ക് കണ്ടില്ല. നേരം വെളുത്തപ്പോ ആള് സ്ഥലം വിടുകയും ചെയ്തു. ഓരോന്ന് ഊഹിച്ച് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഭർത്താവ് അത്രക്കാരനല്ല. ഓ, അത്ര വലിയ പുണ്യാളനായിട്ടായിരിക്കും അവളോട് ശൃംഗരിച്ചു നിന്ന് പ്രതാപനിയനെ യമുന കയ്യോടെ പിടിച്ചത്. അന്ന് എന്തായിരുന്നു പുകില്? നിർത്ത്. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്റെ ഭർത്താവിനെ കുറ്റം പറയാൻ നിനക്ക് എന്താടി അവകാശം? എന്നോട് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല യമുനെ. ഈ വീട്ടിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. എന്തോന്നറിയാമെന്നാ? ഞാനില്ലാത്ത സമയം നോക്കി മല്ലിക നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് എനിക്കറിയാം. പെർഫോം ചെയ്തത് ഞാനല്ല, പ്രതാപനിയനാ. ആണുങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചാ മാത്രം പോരാ, ഒരു കടിഞ്ഞാൻ കൂടി കയ്യിലുണ്ടായിരിക്കണം.
രാത്രി നിന്റെ മുറി വന്നത് പ്രതാപേട്ടനാണോടി? എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു പറയുന്നതോ? എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല. മറ്റാരെങ്കിലും പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? പ്രതാപേട്ടനാണെന്നൊരു സംശയം പോലും എന്റെ മനസ്സിലില്ല. നീ ആളെ കണ്ടോ? മുഖം കാണാനായില്ല. പ്രതാപേട്ടന്റെ അത്രയും തടി ഉയരം ഉണ്ടായിരുന്നോ? ഇല്ല. എന്തിനാ യമുനേടത്തി പ്രതാപേട്ടനെ വെറുതെ സംശയിക്കുന്നത്? എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലേണ്ട എന്ത് കാര്യ പ്രതാപേട്ടനുള്ളത്? പിന്നെ മല്ലിക പറയുന്നതോ? മല്ലികേടത്തി എന്നോടത് കുത്തി കുത്തി ചോദിച്ചു. അല്ല എന്നാ ഞാൻ പറഞ്ഞത്. നിന്നെയും കൊണ്ട് ഈ വീട്ടിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആണുങ്ങൾക്കൊക്കെ പൊറുതി മുട്ടി. ഞാൻ എന്ത് ചെയ്യണോ യമുനേടത്തി പറയുന്നേ? നിങ്ങക്ക് ഞാനൊരു ശല്യമായെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്. ഒറ്റയ്ക്ക് ഈ വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്യുന്നില്ലേ? കുറച്ച് സഹതാപമെങ്കിലും എന്നോട് കാണിച്ചൂടെ? നിന്നോട് സഹതാപം കാണിക്കേണ്ടതേ ഞാനല്ല, നിന്നെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്ന ആളുകളാ. നീ അവരോട് പോയി പറ. അന്നേ ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ ഇതൊരു പൊല്ലാപ്പാവുമെന്ന്. ഒടുവിൽ ഇപ്പൊ നാണക്കേട് എനിക്കും എന്റെ ഭർത്താവിനുമായി. നീ ഇവിടെ ഉള്ള കാലത്തോളം എനിക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. തൊണ്ടയ്ക്ക് പഴുത്തുപോലായില്ലേ? ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. നീ ഇനി ഇതുപോലെ ഒരു അപവാദം കേട്ടാ വെച്ചേക്കില്ല നിന്നെ. ഞാൻ തന്നെ അതങ്ങ് ചെയ്യും. യമുനടുത്ത് എന്നെ വിശ്വസിക്കേ. പ്രതാപേട്ടനല്ല അവളുടെ മുറിയിൽ പോയത്. മല്ലികയോട് ഞാൻ എതിർത്ത് നിന്നെങ്കിലും എന്റെ മനസ്സിലും ചില സംശയങ്ങളുണ്ട്. ഒന്നും രണ്ടും പറഞ്ഞ് പലപ്പോഴും പ്രതാപേട്ടൻ അഞ്ജലിയുടെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ആ ദിവസം ഞാൻ നമ്പാട്ടുണ്ടായിരുന്നില്ല. മദ്യലഹരിയിൽ പ്രതാപേട്ടൻ അവിടെ അടുത്തേക്ക് പോയെന്നാണ് എന്റെ സംശയം. അങ്ങനെയെങ്കിൽ പ്രതാപേട്ടൻ എന്തിനു മുഖം മറയ്ക്കണം? കറുത്ത മുഖംമൂടി ധരിച്ചിരുന്നെന്നാ എല്ലാരും പറയുന്നത്. മദ്യലഹരിയിൽ ഒരാൾ എഴുന്നേറ്റ് പോകുമ്പോ മുഖംമൂടി ധരിക്കൂ? ഒരിക്കലുമില്ല. പ്ലാനിങ്ങോടെ വരുന്ന ഒരാൾ മാത്രമേ അത് ചെയ്യൂ. എന്തായാലും അപവാദം മുഴുവൻ കേൾക്കേണ്ടി വന്നില്ലേ? നമ്പാട്ടെല്ലാരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? മല്ലികയുടെ സ്വഭാവം നിനക്കറിയില്ലേ? എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അപവാദം എന്നോട് പറയാൻ ധൈര്യം കാണിച്ചവളെ എല്ലാവരോടും അത് പറയില്ലേ? അവിടെ ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ അതവള് വിളിച്ചു വരുത്തിയവൻ തന്നെയാ. നമ്പാട്ടുള്ളവർ പ്രതാപേട്ടനെ സംശയിക്കുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു മാനഹാനി ഇനി വരാൻ പോകുന്നേയുള്ളൂ. സാന്ദ്രേ, നീ എന്താ അർത്ഥമാക്കുന്നത്? ഏടത്തി, അവളുടെ റൂമിൽ ഒരാൾ വന്നു പോകുന്നുണ്ട്. അവള് പ്രഗ്നന്റ് ആയ സുധിയേട്ടന്റെ പേര് അവള് പറയും. സുധിയേട്ടൻ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ആരെ സംശയിക്കും? സാന്ദ്രേ, നീ എന്താ പറഞ്ഞു വരുന്നത്? ഏട്ടത്തിക്ക് ഇനിയും മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ അച്ഛൻ പ്രതാപേട്ടൻ എന്നാവും പറയാൻ പോകുന്നേന്ന്. ആദ്യം അത് പറയാൻ പോകുന്നത് മല്ലികേടത്തിയാവും. സുധിയേട്ടൻ കൈമലർത്തിയ അവള് പിടിച്ചു നിൽക്കാൻ പ്രതാപേട്ടന്റെ നേരെ വിരൽ ചൂണ്ടും. എന്റെ ഈശ്വരന്മാരെ! ഈശ്വരനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൾക്ക് സുധിയേട്ടൻ തന്നെ വേണോന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്പാട്ടുള്ള ഏതെങ്കിലും ഒരു ആണിന്റെ തോളിൽ ചാഞ്ഞാ മതി. നിങ്ങൾക്കൊരു കുഞ്ഞില്ലാന്നുള്ള കാര്യം അറിയാലോ. എന്താവും യമുനേടത്തിന്റെ ജീവിതം ഒന്ന് ഓർത്തു നോക്കിയേ. യമുനേടത്തിക്ക് ഒരു കുഞ്ഞും ഇല്ല. മറ്റൊരുത്തി തന്റെ കുഞ്ഞ് പ്രതാപേട്ടന്റേതാന്ന് അവകാശപ്പെടുകയും ചെയ്യും. അല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വഴി ഒന്നേ ഉള്ളൂ യമുനേടത്തി.
എന്താ മോളെ? കാത്തിരിക്കാതെ അവളെ അങ്ങ് തീർത്ത് കളയണം. ഇപ്പൊ ഈ ആവശ്യം എന്നേക്കാൾ യമുനയെടുത്തിക്ക. നിങ്ങളിൽ തകരാറ് യമുനയെടുത്തിക്കാണെന്ന് എല്ലാവരും വിധി എഴുതും. അതോടെ തീർന്നില്ലേ യമുനയെടുത്തിയുടെ ജീവിതം? നീ പറയുന്ന സത്യമാണോ മോളെ? വിവാഹം കഴിഞ്ഞ കാലം ഇത്രയായിട്ടും യമുനയെടുത്തി അമ്മയായതുമില്ല, അഞ്ജലി അമ്മയാവുകയും ചെയ്യും. പ്രതാപേട്ടൻ നിരപരാധിയാണെങ്കിലും നമ്പാട്ട് ആരെങ്കിലും ഒക്കെ സംശയിച്ചാ പോരെ? എന്തിന് അഞ്ജലി തന്നെ പറഞ്ഞാലോ? പ്രതാപേട്ടനെ കുറ്റപ്പെടുത്തുന്നത് അവളും അറിഞ്ഞിട്ടുണ്ടാവില്ല. പ്രതാപേട്ടനല്ല അവളുടെ മുറി പോയെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇപ്പൊ ബുദ്ധിപൂർവ്വം നീങ്ങിയില്ലെങ്കിൽ യമുനയെടുത്ത് ദുഃഖിക്കേണ്ടി വരും. അവള് മരിക്കും പറഞ്ഞ് കാത്തിരിക്കാൻ നമ്പാട്ടുകാര്. ആ വിധി ഉണ്ടാവാൻ വർഷം ഒന്ന് വേണ്ടി വന്നാലോ? പക്ഷെ 1 മാസം കൊണ്ട് തകർന്നു പോകുന്നത് യമുനയെടുത്തിയുടെ ജീവിതം. എന്റെ ജീവിതം വെച്ചുള്ള കളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഞാൻ സമ്മതിക്കില്ല. അവളുടെ വെല്ലുവിളി യമുനയെടുത്തിയെ കൊണ്ട് ഞാൻ നേരിടും. അഞ്ജലി, ആ, കുടിക്കാൻ എന്താ അമ്മേ വേണ്ടത്? എനിക്കിപ്പോ ഒന്നും വേണ്ട. അമ്മ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഞാൻ അങ്ങോട്ട് എല്ലാത്തതിന്റെ പരിഭവത്തിലാ അമ്മ. ഓ, വാശിയാണല്ലേ? അവർക്കവിടെ എന്ത് തിരക്കാ ഉള്ളത്? ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തന്നില്ലേ? ഇളയ കുട്ടിക്ക് ജോലിയായി. വയസ്സാം കാലത്ത് സ്വപ്നം കാണാൻ കഴിയാത്ത ജീവിതമല്ലേ പണിക്കർക്ക് കിട്ടിയത്? ചേച്ചിയുടെ കാര്യത്തിലെ വിഷമമുള്ളൂ. എന്ത് വിഷമം? സുഗുണം പിന്നെ സസ്പെൻഷനിലായോ? സ്ത്രീധന ബാക്കി കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. അത് വരുന്ന അവനിവിടെ വന്നിരുന്നു. നിനക്ക് അങ്ങനെ ഒരു വിഷമം മനസ്സിലുണ്ടെങ്കിൽ വേണ്ട. നിന്റെ കുടുംബത്തിന് വേണ്ടി പണം ഞാൻ കുറെ ചെലവാക്കിയതല്ലേ. എത്രയാ ഇനി സുഗുണന് കൊടുക്കാനുള്ളത്? 5 ലക്ഷം രൂപയും 25 പവനോ. അതുകൂടി സാധിച്ചു കൊടുത്തില്ലെന്ന് വേണ്ട. സുഗുണനെ നാളെ ഇങ്ങോട്ട് വരാൻ പറ. അമ്മേ, ഏ അത് വേണ്ടമ്മേ. എന്താ? സുഗുണേട്ടൻ മറ്റൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു. ബന്ധത്തിലുള്ള ഒരു കുട്ടിയാ. 10 ലക്ഷം രൂപയും 25 പവനും സ്ത്രീധനവും കിട്ടി. അതെങ്ങനെ ശരിയാവും? ഒരു ഭാര്യ ഉള്ളവനല്ലേ അവൻ. അവന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. വിവാഹം കഴിച്ചാലല്ലേ അയാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇത് ബന്ധത്തിലെ കുട്ടിയെന്ന പേര് കൂട്ടിക്കൊണ്ടുവന്നതാ. അതും വകുപ്പ് വേറെയാ. അവളിപ്പോ ഗർഭിണിയാണത്രേ. ചേച്ചി വീട്ടിലേക്ക് പോവില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുക. സുഗുണേട്ടനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാ ചേച്ചി അയാള് കൊല്ലും. ആ പാവം അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ. ഈ ദയ അല്പം മുമ്പേ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്കൊരു ജീവിതം കിട്ടിയേനെ. വൈകുമെന്നറിഞ്ഞിട്ടാ നിന്നോട് പോരാൻ ഞാൻ പറഞ്ഞത്. എന്താടി മുഖം വിളിപ്പിച്ചിരിക്കുന്നേ? നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ ഇങ്ങനെ നിന്ന് അഭിനയിക്കാൻ? എടി നിന്റെ മുമ്പ് ഞാൻ എന്തിനാടി നാണിക്കുന്നേ? നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം നിങ്ങൾക്ക്. എന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എന്റെ ഈ ഗെറ്റപ്പ് കണ്ട് പലരും ചോദിക്കാറുണ്ട് സിനിമയിലൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന്. ടൈമില്ലെന്നാ ഞാൻ അവരോട് പറയാറ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറയടി,
അത് കേൾക്കാനൊരു സുഖമല്ലേ? നാണമില്ലേ നിങ്ങക്ക്? ദേ പിന്നെ നാണത്തെ പിടിച്ചിരിക്കുന്നു. നിന്ന് തുള്ളാൻ നീ കാര്യം എന്താന്ന് വെച്ച് ഇങ്ങോട്ട് പറ. നിങ്ങളെ പറ്റി ഈ വീട്ടിലുള്ളവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്നെ പറ്റി ഇവിടെ ഉള്ളവർ എന്തു പറയാനാടി? പാത്തും പതുങ്ങി ഞാനില്ലാത്ത ദിവസം രാത്രി നിങ്ങൾ അഞ്ജലിയുടെ മുറിയിൽ ചെന്നെന്ന്. സത്യം പറയണം, നിങ്ങൾ അവിടെ മുറി പോയോ? യമുനെ നീ അനാവശ്യം പറയരുത്. പിന്നെ മുറി ചെന്ന് അവളെ കടന്നു പിടിച്ചത് ആരാ? അത് ഞാൻ എങ്ങനെ അറിയാനാ? ആരോ വന്നെന്നോ അവളെ കൊല്ലാൻ നോക്കിയെന്നോ രാവിലെ ഉദയം പറയുന്നത് കേട്ടു. അങ്ങനെ ഒരാളായിട്ട് ആരും കണ്ടിട്ടുമില്ല. ആരും കാണുന്നതിന് മുമ്പേ നിങ്ങൾ മുറിയിൽ ഓടി കയറി വാതിലടച്ചു. ഒരു വീക്ക് വെച്ചെന്നുണ്ടല്ലോ. കൊല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് അവക്കൊപ്പം കഴിയാലോ. എടി നീ ഒരുമാതിരി ചീപ്പ് പെണ്ണുങ്ങളെ പോലെ സംസാരിക്കരുത്. അന്ന് രാത്രി ഞാൻ 2 പേർക്ക് കൂടുതൽ കഴിച്ചു. അലാറം വെച്ച് കിടന്നിട്ട് പോലും ഉണന്നപ്പോ ലേറ്റായി പോയി. അന്ന് നടന്നതിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. പിന്നെ ആരാടി എന്റെ പേര് പറഞ്ഞത്? എനിക്കതെന്ന് അറിയണമല്ലോ. ഞാൻ മാത്രം ഇവിടെ ആണായിട്ടുള്ളൂ. കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. ചെല്ലേ, പൊരുത്തി കാരണം എല്ലാരും കൂടി ഇവിടെ കിടന്ന് തമ്മിത്തല്ല. നിങ്ങളെ ആരും സംശയിക്കില്ലായിരുന്നു. പക്ഷേ അവളുടെ പിന്നാലെ നിങ്ങൾ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. ഈ വീട്ടിൽ പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ലെന്ന് എല്ലാരും പറയുന്നേ. പിന്നെ നിങ്ങളല്ലാതെ ആരും സംശയിക്കും? എടി ഞാൻ അവളോട് സംസാരിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അന്തസൂട്ടി പ്രതാപനൊന്നും ചെയ്യില്ല. എങ്കിലും നീ എന്നെ സംശയിച്ചല്ലോ. സംശയിച്ചല്ലേ പറ്റൂ. ഒരു പെണ്ണിന് ഒരാണിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതാ നിങ്ങളുടെ വർക്കം. ഇവനെ നിന്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. അന്ന് രാത്രി മുറി വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. അത് ഞാൻ നിന്റെ തലയെ കഴിച്ച് പറയാം. ആ, എന്നിട്ട് വേണേ എന്റെ തലയും കൂടി പൊട്ടിത്തെറിച്ച് പോന്ന കണ്ട് നിങ്ങൾക്ക് രസിക്കാൻ. എന്നാ നീ കേട്ടോ. 2 അടിച്ചപ്പോ എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് ചെന്ന് കേറി പിടിക്കുകയും ചെയ്തു. അവൾ ബഹളം വെച്ചപ്പോ ഓടി വന്ന് മൂടി പതിച്ച് കിടക്കുകയും ചെയ്തു. എന്താ പോരെ? നിനക്ക് തൃപ്തിയായല്ലോ. അല്ല പിന്നെ നിങ്ങളത് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഞാനാ ചെന്നേന്ന് അഞ്ജലി പറഞ്ഞു. അവളെങ്ങനെ നിങ്ങളുടെ പേര് പറയുന്നത്? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എടീ ഞാൻ നിരപരാധിയാ. നീ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്ക്. ആരായി അപകടം പറഞ്ഞുണ്ടാക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടത്തി അല്ലാതെ മറ്റാരും അല്ല. എടീ നിനക്കിട്ട് താങ്ങാൻ കിട്ടിയ അവസരം അവർ ഉപയോഗിച്ചത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും വേണമണി. നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. പറഞ്ഞ് നാവ് അടപ്പിക്കാൻ മിടുക്കനാ നിങ്ങള്. എന്തു പറഞ്ഞാലേ അവിടെ തലയിലൊന്ന് കേറുക. എന്റെ വിധി. ആരും വീട്ടിൽ കയറിയില്ലെന്ന ഉദയം പറയുന്നേ. പിന്നെന്തിനാ അഞ്ജലി കള്ളം പറഞ്ഞു? എന്തെങ്കിലും അലിവുണ്ടായോ? ഈ ചിരി കണ്ടാൽ അറിയാം. ചില സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. എന്നെ കൊല്ലാൻ ഒരാൾ മുറി വന്നു. എന്തൊക്കെ അഞ്ജലി പറയുന്നത്? സത്യവാ. അയാളെ ആരാ അയച്ചതെന്നും എനിക്കറിയാം. സാന്ദ്ര. നിലവിളിച്ച് ബഹളം കൂട്ടിയിട്ടാ ഞാൻ രക്ഷപ്പെട്ടത്. എന്റെ ഈശ്വര.
പിറ്റേന്ന് പോലീസൊക്കെ വന്നു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. അന്ന് രാത്രി എന്റെ കൂടെ കഴിയാൻ സുധിയേട്ടൻ തയ്യാറായി. സത്യം? സത്യം. ഈ വീട്ടിൽ ആർക്കും അതറിയില്ല. എന്റെ നാളിതുവരെയുള്ള സങ്കടങ്ങളൊക്കെ ആ ഒരു രാത്രി കൊണ്ട് പെയ്തു തോർന്നു. ഞാനൊരു ഭാര്യയായി, സുധിയേട്ടന്റെ ഭാര്യ. വർണ്ണമൂക വിഷാദമാ